നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വിജയം. 48 വോട്ടിനാണ് ഷഹർബാൻ വിജയിച്ചത്. ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്നും തീപ്പൊരി തെറിച്ചു വീണ് ചൊവ്വന്നൂർ പഞ്ചായത്തിന് സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി വീട്ടമ്മമാർ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ചിങ്ങങ്കാവ് ആദൂർകുന്ന് സീനിയർ ഗ്രൗണ്ടിലെ 40ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരാഘോഷത്തിന്റെ നടത്തിപ്പിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ് 98 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ പ്രസിദ്ധമായ ശ്രീ മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. മഹാശിവരാത്രിക്കൊരുങ്ങി ശിവാലയങ്ങൾ. ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ച വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും. വിശദമായ വാർത്തയിലേക്ക്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഷഹർബാൻ വിജയിച്ചു. 48 വോട്ടിനാണ് ഷഹർബാൻ വിജയിച്ചത്. LDF 337 വോട്ടും UDFന് 268 വോട്ടും BJPക്ക് 289 വോട്ടും ലഭിച്ചു. മാന്തോപ്പ് വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന CPIM അംഗവും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ബിന്ദുമോൾ രാജിവെച്ചതിനെ തുടർന്ന് ഭരണസമിതിയിലുണ്ടായ ഒഴിവ് നികത്തുന്നതിന്റെ ഭാഗമായാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്നും തീപ്പൊരി തെറിച്ചു വീണ് ചൊവ്വന്നൂർ പഞ്ചായത്തിന് സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്നാണ് CPM പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്. ഇതിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി സമീപത്തെ പറമ്പിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ CPM പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സമീപത്തെ ഹോട്ടലിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF വിജയാഹ്ലാദ പ്രകടനം നടത്തി. സ്ഥാനാർത്ഥി ഷഹർബാൻ ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A സജി മാസ്റ്റർ ഹാരമണിയിച്ച് അനുമോദിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ബസ് സ്റ്റോപ്പ് വരെ ആഹ്ലാദ പ്രകടനം നടത്തി. വാർഡ് സെക്രട്ടറി KK സതീശൻ, ലോക്കൽ കമ്മിറ്റി മെമ്പർ MA ഷാഫി, ഏരിയ കമ്മിറ്റി മെമ്പർമാരായ CG രഘുനാഥ്, KB ഷിബു, PM സുരേഷ്, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AS സുമേഷ് എന്നിവർ നേതൃത്വം നൽകി. കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി വീട്ടമ്മമാർ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലെത്തി. ചിങ്ങങ്കാവ് ആദൂർകുന്ന് സീനിയർ ഗ്രൗണ്ട് പരിസരവാസികളാണ് പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചത്. പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളറക്കാട് സീനിയർ ഗ്രൗണ്ട് പരിസരം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. 40ഓളം കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിന്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പദ്ധതികളിൽ ഉൾപ്പെടുത്തി 3 വർഷം മുമ്പ് കുഴൽക്കിണറും 2 വർഷം മുമ്പ് ജലസംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി പൂർത്തിയാക്കി കുടിവെള്ളം ലഭ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. പൈപ്പിടൽ പൂർത്തീകരിക്കാത്തതാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നത്. MLA ഫണ്ടിൽ നിന്ന് ഇതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് അധികൃതർ കാണിക്കുന്നതെന്ന് ആരോപണമുയരുന്നു. കാലങ്ങളായിട്ട് കുടിവെള്ളമില്ലാത്തൊരു മേഖലയാണ് ആദൂര് കുന്ന് പ്രദേശം, സീനിയർ ഗ്രൗണ്ടിന് മുകളിലുള്ള പ്രദേശം. അവിടുത്തെ ആളുകൾ ഒരുപാട് കാലമായിട്ട് കുടിവെള്ള പദ്ധതിക്ക് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 വർഷം മുന്നേ അവിടെ കോയിലടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷം മുന്നേ അവിടെ ടാങ്ക് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫണ്ടും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാ മേഖലകളിൽ നിന്നുള്ള പൈസ MLA ഫണ്ടും വിഹിതമൊക്കെ ഉള്ള ഒരു സമയമാണ്. ഇപ്പോൾ പൂർവ്വം വൈകിക്കുന്ന പോലെ ഒരുപാട് പരാതികൾ കൊടുത്തു. പെട്ടെന്ന് പണിയണമെന്ന് പറഞ്ഞിട്ട് കളക്ടർക്ക് വരെ പരാതി കൊടുത്തു. മറുപടി കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ പറഞ്ഞ പഞ്ചായത്തിന്റെയോ ബ്ലോക്കിന്റെയോ ഭാഗത്തുനിന്നില്ല. ബ്ലോക്കിന്റെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിച്ചന്വേഷിച്ചപ്പോഴും ഇത് എന്ന് തുടങ്ങും, ഇതിന് ബാക്കി പണി ഇപ്പോൾ തുടങ്ങും, എന്ന് പൂർത്തീകരിച്ച് വെള്ളം തരും എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണിത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 400 രൂപ ചെലവഴിച്ചാണ് പ്രദേശവാസികൾ വെള്ളം വാങ്ങുന്നത്. ഇന്നത്തെ ഈ നേരം വരെ 400 രൂപ കൊടുത്തൊരു സാധാരണ കൂലിപ്പണിക്കാരാണ് ഞങ്ങള്.
അവിടെയുള്ള എല്ലാ വാർഡിലുള്ള ആൾക്കാരും. പക്ഷെ ഇന്നത്തെ ഈ നേരം വരെ ഞങ്ങൾക്ക് ഈ വെള്ളത്തിന്റെ ഈ ഒരു പദ്ധതിക്ക് എന്തെങ്കിലും ഒരു സമാധാനമായിട്ടുള്ളൊരു എന്താ പറയാ നീക്കുപോക്ക് ഞങ്ങൾക്ക് ഇന്നവരെ അവിടെ ആ ഭാഗത്തുനിന്നായിട്ട് കിട്ടിയിട്ടില്ല. കല്യാണം കഴിച്ച് കൊടുത്തിട്ട് 5 കൊല്ലമായി. ഈ 5 കൊല്ലത്തിന്റെ ഇടയിലും ഈ ആളുകളുടെ ഈ റോഡ് പണി ആയാലും ഈ 8-ാം വാർഡിന്റെ എന്ത് ആനുകൂല്യങ്ങളും ഞങ്ങളെ ഈ കുറച്ച് വീട്ടിന്റെ ആൾക്കാർക്ക് കിട്ടാറില്ല. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെ ഞങ്ങളുടെ ഭാഗത്ത് 2-3 കിണറുണ്ട്, പക്ഷെ അവിടെ ഒന്നും വെള്ളമില്ല. ഞങ്ങൾ വെള്ളം 3 മാസം 4 മാസം ഞങ്ങൾ വെള്ളം കാശ് കൊടുത്ത് മേടിക്കുകയാണ്. ലൈഫിന്റെ 7 വീടുകൾ ഇപ്പൊ ഉണ്ട് അവിടെ, അല്ലാതെ വെള്ളമില്ല. ഞങ്ങള് പഞ്ചായത്തില് പറയുന്നുണ്ട്, മെമ്പറോട് പറയുന്നുണ്ട്, ഗ്രാമസഭയില് പറയുന്നുണ്ട്. അപ്പൊ അടുത്ത മാസം അടുത്ത ആഴ്ച അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടും, ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം വേണം. കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും അതുവരെ വാഹനങ്ങളിൽ വെള്ളമെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരാഘോഷത്തിന്റെ നടത്തിപ്പിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ് 98 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ പ്രസിദ്ധമായ ശ്രീ മുരയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. 56 പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റികളാണ് പൂരത്തിൽ പങ്കാളികളാകുന്നത്. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആഘോഷ കമ്മിറ്റികളും ആന പരിപാലന ചട്ടങ്ങൾ ഉൾപ്പെടെ യോഗ തീരുമാനങ്ങളെല്ലാം കർശനമായി പാലിക്കണമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. പൂരവാണിഭ ദിവസം റോഡ് തടസ്സം സൃഷ്ടിച്ചുള്ള വാദ്യമേളങ്ങൾക്ക് അനുമതിയില്ല. ക്ഷേത്രവും മെയിൻ റോഡ് സെന്റർ മുതൽ പഴയ വില്ലേജ് ഓഫീസ് വരെ CCTV നിരീക്ഷണവും കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സജ്ജീകരിച്ചിട്ടുണ്ട്. പൂരദിവസം വൈകിട്ട് 6:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ഗജവീരന്മാർ അണിനിരക്കും. യോഗത്തിൽ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KK മുരളി അധ്യക്ഷനായി. ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ ബാബു, ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, വാർഡ് മെമ്പർ സുജിത, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മൗലവി, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ശിവശങ്കരൻ, പ്രദീപ് ചെറുവാശ്ശേരി, കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയൻ കുന്നത്തുപറമ്പ്, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കല്ലുംപുറം, രക്ഷാധികാരി രാജൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി MK ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് സ്വാഗതവും ട്രഷറർ സുഷി ആലിക്കര നന്ദിയും പറഞ്ഞു. വെള്ളർക്കാട് കൈതമാട്ടത്തിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടയിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. പുറത്തുപറമ്പിൽ തൗഫീഖിനെയാണ് 45 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയത്. മുൻപും സമാനമായ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ CV ലൈജുമോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ യൂസഫ്, രതീഷ്, നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. മഹാശിവരാത്രിക്കൊരുങ്ങി ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. തിങ്കളാഴ്ച രാത്രി ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ശുദ്ധി കർമ്മങ്ങളോടെയാണ് ശിവരാത്രി ചടങ്ങുകൾക്ക് തുടക്കമായത്. സന്ധ്യയ്ക്ക് പ്രദേശത്തെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ ശ്രീഭൂതബലിയും രാത്രി 8-ന് തിരുവനന്തപുരം വേദവ്യാസ കലാക്ഷേത്രത്തിന്റെ മറിമായം എന്ന നാടകവും അരങ്ങേറി. ശിവരാത്രി ദിവസമായ ബുധനാഴ്ച രാവിലെ 6:30-ന് അഷ്ടപതി, 7-ന് പെരുവനം കുട്ടന്മരാർ, ചൊവ്വല്ലൂർ മോഹനൻ എന്നിവർ നയിക്കുന്ന മേളത്തിന്റെ അകമ്പടിയോടെ 3 ആനകൾ അണിനിരക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പുമുണ്ടാകും. 10-ന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരം, ഉച്ചകഴിഞ്ഞ് 2-ന് പരക്കാട് തങ്കപ്പമാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ എന്നിവർ നയിക്കുന്ന പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടക്കും. സന്ധ്യയ്ക്ക് ഫാൻസി വെടിക്കെട്ടിന് ശേഷം ചൊവ്വല്ലൂർ സുനിലിന്റെ തായമ്പകയും അരങ്ങേറും. ഡോക്ടർ രാജശ്രീ N. കുട്ടിയുടെ ക്യാൻസർ അറിഞ്ഞതിനുമപ്പുറം എന്ന വിഷയത്തിൽ ക്ലാസുമുണ്ടാകും. ചൊവ്വല്ലൂർ നൂപുരനാഥം അവതരിപ്പിക്കുന്ന നൃത്തശില്പം അരങ്ങിലെത്തും. രാത്രി 9:30-ന് പഞ്ചവാദ്യം, മേളം എന്നിവയോടെ എഴുന്നള്ളിപ്പ്. രാത്രി 1-ന് സിനിമാ പ്രദർശനം എന്നിവ നടക്കും. ശിവരാത്രിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടായി നാണയപ്പറ, നെൽപ്പറ സമർപ്പണമുണ്ടാകും. ശിവരാത്രി ദിവസം രാവിലെ 8 മുതൽ അന്നദാനമുണ്ടായിരിക്കും. ക്ഷേത്രം ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C. ഹരിദാസ്, ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണൻ, E. പ്രഭാകരൻ എന്നിവർ ശിവരാത്രി ആഘോഷത്തിന് നേതൃത്വം നൽകും. നായരങ്ങാടിയിൽ സ്കൂട്ടറിന് പിറകിൽ ബുള്ളറ്റ് ഇടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. വടക്കേക്കാട് മൂന്നാംകല്ല് സ്വദേശി തലക്കോട്ടൂർ വീട്ടിൽ 70 വയസ്സുള്ള ജോസിനാണ് പരിക്കുപറ്റിയത്. സ്കൂട്ടർ യാത്രക്കാരനെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ പുന്നൂർക്കുളം ശാന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. വിശേഷാൽ പൂജകൾക്ക് ശേഷം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി കൊടിയേറ്റി. ക്ഷേത്രം ഊരാളൻ, പിളനേഴി വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി പ്രസാദ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, ട്രഷറർ VK രമാഭായ്, സേവാസമിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവ ദിനങ്ങളിൽ രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. വൈകിട്ട് മുളപൂജ, വിളക്കിനെഴുന്നള്ളിപ്പ്, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ശീവേലിയും ഉണ്ടാകും.
ഫെബ്രുവരി 27 രാവിലെ ഉത്സവബലി, വിഷ്ണു സഹസ്രനാമ ജപാർച്ചന, ഹരിനാമ കീർത്തനം, നാമജപ പ്രദക്ഷിണം, പ്രസാദഊട്ട് എന്നിവയുമുണ്ടാകും. 28-നാണ് പള്ളിവേട്ട. മാർച്ച് 1 രാവിലെ ധർമ്മശാസ്ത്ര ക്ഷേത്ര ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ഉച്ചയ്ക്ക് ശേഷം ദേശപുരത്തിൽ ആനകൾ, വർണ്ണക്കാവടികൾ, തെയ്യം, നാടൻ കലാരൂപങ്ങൾ എന്നിവയും അണിനിരക്കും. സംരക്ഷിക്കപ്പെടാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജലസംഭരണിയാണ് എരുമപ്പെട്ടി പതിയാരം കാവാലൻചിറ. 1 കോടി രൂപ ഉപയോഗിച്ച് പുനരുദ്ധാരണം നടത്തിയെങ്കിലും തുടർ പദ്ധതികളില്ലാത്തതിനാൽ ചിറ ഇപ്പോഴും ഉപയോഗപ്പെടാത്ത അവസ്ഥയിലാണ്. ബാബു എം പാലിശ്ശേരി MLA അനുവദിച്ച 1 കോടി രൂപ ഉപയോഗപ്പെടുത്തി കാർഷിക ജലസേചനം മെച്ചപ്പെടുത്തുക, രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുക, പ്രാദേശിക വിനോദസഞ്ചാരത്തിനായി സംവിധാനങ്ങൾ ഒരുക്കുക, ഇതൊക്കെയായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സംരക്ഷിക്കാതെ കുളമിപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കാവാലൻചിറ. ചെളി നിറഞ്ഞും ചണ്ടിമൂടിയും ഉപയോഗിക്കാൻ കഴിയാതെ കിടന്നിരുന്ന ചിറ 1 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. 2015-ൽ MLA ആയിരുന്ന ബാബു എം പാലിശ്ശേരിയാണ് സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചത്. ചെളിയും പാറയും നീക്കം ചെയ്ത് ആഴവും വിസ്തൃതിയും വർദ്ധിപ്പിച്ചു. ചുറ്റുവശവും സംരക്ഷണ ഭിത്തി കെട്ടി ആളുകൾക്ക് കുളിക്കുവാൻ ഇറങ്ങുന്നതിനായി പടവും നിർമ്മിച്ചു. പതിയാരം കുന്നത്തേരി പാടശേഖരങ്ങളിലേക്ക് ജലസേചനം നടത്തി ഇരിപ്പു കൃഷി പ്രോത്സാഹിപ്പിക്കുവാനും പ്രകൃതി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇരിപ്പിടങ്ങളോടുകൂടിയ ഉദ്യാനവും ജലവിനോദത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനും തുടർ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇതിനുവേണ്ട നടപടികൾ അധികൃതർ കൈക്കൊണ്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബലവൃക്ഷങ്ങളും റോസാപ്പൂക്കളും നട്ടുപിടിപ്പിച്ചെങ്കിലും പിന്നീട് സംരക്ഷിക്കാത്തതിനാൽ ഇവ നശിച്ചുപോയി. ചിറയ്ക്ക് ചുറ്റുഭാഗവും ഇപ്പോൾ പുല്ലും പാഴ്ചെടികളും വളർന്ന് കാട് പിടിച്ചു കിടക്കുകയാണ്. പടവുകൾ പൊട്ടിപ്പൊളിഞ്ഞും വെള്ളത്തിൽ ചണ്ടി നിറഞ്ഞും ചിറയിൽ ഇറങ്ങുവാനും വെള്ളം ഉപയോഗിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ്. കുന്നത്തേരി പാടശേഖരത്തിലേക്ക് ജലസേചനത്തിനുള്ള സംവിധാനം ഒരുക്കാത്തതിനാൽ കാർഷിക വൃത്തിക്കും ചിറ പ്രയോജനപ്പെടുന്നില്ല. ഇതിനിടയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിറയോട് ചേർന്ന് ചെടികൾ ഉണ്ടാക്കി വിതരണം നടത്തുന്നതിനായി നഴ്സറി നിർമ്മിച്ചു. ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുവാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ കുറച്ചു ദിവസത്തിനുള്ളിൽ ഇതും അടച്ചുപൂട്ടി. ഈ വകയിലും സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു. ദീർഘവീക്ഷണമില്ലാതെ പദ്ധതികൾ നടപ്പിലാക്കുന്നതും തുടർ പ്രവർത്തനങ്ങളില്ലാത്തതുമാണ് പല പദ്ധതികളും പാഴായി പോകാൻ ഇടയാക്കുന്നത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജലസംഭരണിയായ കാവാലൻചിറ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ആദൂർ മഹാത്മാ LP സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. സ്കൂൾ മാനേജർ PK വിനയകുമാരൻ, ഹെഡ് മിസ്ട്രസ് KV ഗീത, PTA പ്രസിഡന്റ് EG ബിജു, വൈസ് പ്രസിഡന്റ് വിന്യ ജയൻ, MPTA പ്രസിഡന്റ് നാസിമ സക്കീർ, സ്റ്റാഫ് സെക്രട്ടറി PA അക്ബർ ഫൈസൽ, CF ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കമറുദ്ദീൻ, ഗ്രീഷ്മ ഷനോജ്, മെമ്പർമാർ തുടങ്ങിയവരും പങ്കെടുത്തു. 9,31,40,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഭവന നിർമ്മാണ മേഖല, വനിതാ ശിശു വയോജനക്ഷേമം, ശുചിത്വം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് വികസന സെമിനാർ. ചൊവ്വന്നൂർ ശ്രീ കൊടുവായൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ബുധനാഴ്ച ആഘോഷിക്കും. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ തന്ത്ര വിദ്യാപീഠത്തിലെ ആചാര്യന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ
വൈകിട്ട് ശുദ്ധി ചടങ്ങുകളും ശിവരാത്രി ദിവസമായ ബുധനാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇളനീർ അഭിഷേകം, നവകം, പഞ്ചഗവ്യം, 108 കുടം ധാര, ഉച്ചപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളും, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, വിശേഷാൽ പൂജകൾ, ശ്രീഭൂതബലി തുടങ്ങിയവയും നടക്കും. ശിവരാത്രി ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പ്രസാദഊട്ടും സമ്പൂർണ്ണ നെയ്വിളക്കും ഉണ്ടായിരിക്കും. കുണ്ടഴിയൂർ GMUP സ്കൂളിൽ 112ാം വാർഷികവും രക്ഷാകർതൃ സംഗമവും 3.5 പതിറ്റാണ്ടുകാലത്തെ അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന AS രാജു മാസ്റ്റർക്കുള്ള യാത്രയയപ്പും നടന്നു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ AT അബ്ദുൾ മജീദ് അധ്യക്ഷനായി. പാവർട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ U സുഭാഷ് മുഖ്യാതിഥിയായി. വിരമിക്കുന്ന അധ്യാപകൻ രാജു മാസ്റ്റർക്ക് PTA, MPTA, OSA, കടവു ചായക്കൂട്ടം വിദ്യാർത്ഥികൾ എന്നിവർ ഉപഹാരം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. വിരമിക്കുന്ന അധ്യാപകനെയും LP, UP വിഭാഗത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും മുല്ലശ്ശേരി അക്കാഡിയ ഹൈപ്പർ മാർട്ടിനു വേണ്ടി സീനിയർ ഫിനാൻസ് ഓഫീസർ സിനിയ ഉമറും വെങ്കിടങ്ങ് ഫിനിക്സ് മെഡി സെന്റർ ഡയറക്ടർ ഡോക്ടർ മൂസിന മുഹമ്മദും ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി ആദരിച്ചു. മുല്ലശ്ശേരി BPC സംഗീത ശ്രീജിത്ത് എൻഡോമെന്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ KV ഓമന, സൗമ്യ സുഗു, സോമശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ്, OSA പ്രസിഡന്റ് RP റഷീദ് മാസ്റ്റർ, ASG കൺവീനർ അഫ്സൽ പാടൂർ, SMC ചെയർമാൻ RH ഹാരിസ്, PTA പ്രസിഡന്റ് തെസ്നി ഷാഫി, MPTA പ്രസിഡന്റ് നസീറ സത്താർ, പ്രധാനാധ്യാപകൻ CV സുഭാഷ്, പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ MK ഷംസുദ്ദീൻ മാസ്റ്റർ, സ്കൂൾ ലീഡർ മൻസൂർ അലി, ഷീജ കബീർ എന്നിവർ സംസാരിച്ചു. AS രാജു മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളുടെ അർബനമുട്ട്, മുട്ടിപ്പാട്ട്, കുട്ടികളുടെ കലാപരിപാടികളും കടവ് ചായക്കൂട്ടത്തിന്റെ ഗാനസന്ധ്യയും അരങ്ങേറി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്തതിലും പുതുതായി ടാറിംഗ് റോഡുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും UDF മെമ്പർമാർ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. തുടർന്ന് പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വർഷങ്ങളായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനു വേണ്ടി കാന കീറിയതിന്റെ അടിസ്ഥാനത്തിൽ റോഡുകളെല്ലാം തകർന്നു കിടക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി പുതുതായി ടാറിംഗ് റോഡുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് രാജേഷ് കടവല്ലൂർ, നാസർ കല്ലുംപുറം, ഹക്കീം MH, നിഷ അരേക്കത്ത്, ശ്യാംജിത രാജൻ എന്നിവരാണ് പ്രതിഷേധിച്ചത്. ശക്തമായ സമര പരിപാടികൾ നടത്തുമെന്നും ഇവർ പറഞ്ഞു. നിരന്തരമായിട്ടുള്ള ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ മറ്റന്നാണ് വ്യാഴാഴ്ച കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെതിരെ, അതുപോലെ തന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ നമ്മുടെ പ്രധാന കേന്ദ്രമായ പെരുമ്പിലാവ് സെൻറ്ററിൽ 3 മേഖലകളിൽ നിന്നായിട്ട് ജാഥകൾ വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെൻറ്ററിൽ ഒരു മഹാ പ്രതിഷേധ സംഗമം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഭൂനികുതി കുത്തനെ ഉയർത്തിയ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനെതിരെ വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലത്തൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജയ് കുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീധരൻ മാക്കാലിക്കൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ വയലത്തൂർ, NMK നബീൽ, M ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കലാപരിപാടികളോടെ തുടക്കമായി. ക്ഷേത്ര ക്ഷേമ സമിതിയുടെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത്. രാത്രി 7 മണിയോടെ നാമജപാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. നാമജപാർച്ചനയ്ക്ക് ശേഷം നൃത്തസന്ധ്യ, മാതൃസമിതിയുടെയും മറ്റ് സംഘങ്ങളുടെയും തിരുവാതിരക്കളി, ക്ലാസിക്കൽ ഡാൻസ്, വിവിധ നൃത്യങ്ങൾ തുടങ്ങിയവയും അരങ്ങേറി. ശിവരാത്രി ദിവസമായ ബുധനാഴ്ച പുലർച്ചെ 4 മണിക്ക് നിർമ്മാല്യ ദർശനം, എണ്ണയാടൽ, വാകച്ചാർത്ത്, അഭിഷേകം, ഗണപതി ഹോമം തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകൾ നടക്കും.
രാവിലെ 6 മണി മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി രാംദാസ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. 7:30 ജ്യോതിദാസ് കൂടത്തങ്കൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, 10 മണി മുതൽ കലാപീഠം ഹരീഷ് പശുപതി അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, 11 മണി മുതൽ ഇന്ത്യ സ്റ്റാർ യൂത്ത് ഐക്കൺ അവാർഡ് വിജയി കലാമണ്ഡലം കാർത്തിക് ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ എന്നിവ ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ദേവസ്വത്തിന്റെ ഗജവീരന്മാർ അണിനിരന്നുകൊണ്ടുള്ള വിശേഷാൽ എഴുന്നള്ളിപ്പും തുടർന്ന് മേളവും ആരംഭിക്കും. വൈകിട്ട് 4:30 വിവിധ പൂരാഘോഷങ്ങളുടെ വരവ് ആരംഭിക്കും. ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 6:30 ദീപാരാധന, നാദസ്വരം, ലക്ഷദീപം തെളിയിക്കൽ എന്നിവയും 7 മണിക്ക് ചുറ്റുവിളക്ക്, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടക്കും. അന്നേ ദിവസം ക്ഷേത്രവേദിയിൽ ഭരതനാട്യം, തിരുവാതിരക്കളി, വിവിധ നൃത്തസംഘങ്ങളുടെ നൃത്യങ്ങൾ, സെമി ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയവയും രാത്രി 7 മണിക്ക് സ്റ്റാർ മ്യൂസിക് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയും ഉണ്ടാകും. ശിവരാത്രി ദിവസം രാവിലെ 9 മണി മുതൽ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദവൂട്ടും ഒരുക്കിയിട്ടുണ്ട്. ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം ബുധനാഴ്ച രാവിലെ നട തുറക്കലിനെ തുടർന്ന് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. മേൽശാന്തി പ്രസാദ് നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. രാവിലെ 11:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും നടക്കും. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ശിങ്കാരിമേളം, തെയ്യം, നാദസ്വരം, കാവടിയാട്ടം, ബാൻഡ് സെറ്റ്, കരീബിയൻ ഡാൻസ്, തിറയാട്ടം, പൂതൻ, കാളി, മുക്കൻചാത്തൻ, കാളകളി, മരംകൊട്ടിപ്പാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടക്കൽ പറയുണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും. പെരുമ്പടപ്പ് ബ്ലോക്ക് ഭിന്നശേഷി സംഗമം ഡാസിൽ എന്ന പേരിൽ ആഘോഷിച്ചു. പുറങ്ങ് ബീവൂസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പൊന്നാനി MLA P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. സിന്ധു അധ്യക്ഷത വഹിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര മുഖ്യാതിഥിയായി. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പെരുമ്പടപ്പ് ബ്ലോക്കിന് സംസ്ഥാനത്ത് 1ാം സ്ഥാനവും സ്വരാജ് ട്രോഫിയിൽ തുടർച്ചയായി 1ാം സ്ഥാനവും ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഭിന്നശേഷി സംഗമം നടത്തിയത്. ദേശീയ റഗ്ബി താരം ജാഫർ ഗുരുക്കൾ പറമ്പിൽ ജില്ലാ ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ 1ാമതെത്തിയ സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂളിനെയും PTA-യും അധ്യാപക ജീവനക്കാരെയും ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി, മാറഞ്ചേരി വൈസ് പ്രസിഡന്റ് TV അബ്ദുൽ അസീസ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളുമുണ്ടായി. പാവർട്ടി സെന്ററിന് സമീപം റോഡ് പൊളിച്ചത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി റോഡ് പൊളിച്ചിട്ടതിന്റെ ഭാഗമായി രൂക്ഷമായ പൊടിശല്യമാണ് മേഖലയിലുള്ളത്. ഷട്ടർ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമകളും തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ്. ഈ റോഡിലൂടെ പോകുന്ന സ്വകാര്യ ബസ്സുകൾ അമിതമായ വേഗതയിൽ പോകുന്നതിനാൽ പൊടി കൂടുതലാകുന്നത് വിൽപ്പനയ്ക്ക് വെച്ച സാധന സാമഗ്രികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കണമെന്നാണ് മേഖലയിലെ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. കടകൾ പോലും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പൊടിയുടെ ശല്യം വളരെയധികം രൂക്ഷമാണ്. അതുപോലെ തന്നെ ബൈക്കിൽ നിന്ന് പോകുന്ന ആൾക്കാർ സൈഡിൽ സ്കിഡായിട്ട് വീണുകൊണ്ടിരിക്കുക. കണ്ടമാനം ആൾക്കാർ വീണിട്ട് നമ്മൾ അവരെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തി. ഷോപ്പുകളാണെങ്കിൽ ആഴ്ചകളോളം തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പൊടിശല്യം വളരെയധികം കൂടുതലാണ്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് പണി കഴിക്കാന്നുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ എന്തായാലും നോക്കിയില്ല വെച്ച് കഴിഞ്ഞാൽ കടകൾ തുറക്കാനേ പറ്റാത്ത അവസ്ഥയിൽ. ഈ ബസ്സുകൾ പോകുന്ന നേരത്ത് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ബസ്സുകൾ പോകുമ്പോൾ, സ്വകാര്യ ബസ്സുകൾ പോകുന്ന നേരത്ത് പൊടികൾ നമുക്ക് അതിൽ പിന്നിൽ പോകുന്ന ബൈക്കുകളും ഞങ്ങളുടെ കടകളിലേക്കൊക്കെ അടിച്ചു കയറി വന്നു. കണ്ടമാനം പൊടികൾ അത്രയും രൂക്ഷമാണ്. ഷട്ടർ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഫിഷറീസ് വകുപ്പും പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതി പടുതാകുളത്തിലെ വരാൽ മത്സ്യകൃഷി പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ഉപ്പുങ്ങൽ അബ്ദുൾ സത്താറിന്റെ വീട്ടുമുറ്റത്തെ പടുതക്കുളത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കിയത്. 2 സെന്റ് പടുതക്കുളത്തിൽ 1000 വരാൽ മത്സ്യവിത്താണ് നിക്ഷേപിച്ചത്. മത്സ്യവിത്തിന് 70% സബ്സിഡിയും മത്സ്യത്തീറ്റയ്ക്ക് 40% സബ്സിഡിയുമാണ് നൽകുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E.K. നിഷാറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് പ്രൊമോട്ടർ ഗീതുമോൾ, അഷ്റഫ്, കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 14ാം വാർഷികവും റമളാൻ റിലീഫ് കിറ്റ് വിതരണ ഉദ്ഘാടനവും ട്രസ്റ്റ് വനിതാ വിംഗ് സംഘടിപ്പിക്കുന്ന മതവിജ്ഞാന സദസ്സ് പ്രഖ്യാപനവും നടത്തി. പരൂർ കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി അഷ്റഫ് സഖാഫി ഉദ്ഘാടനം ചെയ്തു.
കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ പരൂർ മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി ദുവാക്ക് നേതൃത്വം നൽകി. കടവല്ലൂർ അബ്ദുറഹ്മാൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. പരൂർ ദാറുസലാം മസ്ജിദ് ഇമാം അബ്ദുൾ മാജിദ് മൗലവി, സ്മൈൽ 365 മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ലത്തീഫ്, ഷെരീഫ് പാണ്ടൊത്തയിൽ, അബൂബക്കർ, മനാഫ് വീട്ടിലവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം സ്വാഗതവും ട്രഷറർ അഷ്റഫ് കീടത്തയിൽ നന്ദിയും പറഞ്ഞു. മഹലിലെ 600-ൽ പരം വീടുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റുകൾ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകും. പരിശുദ്ധ റമളാൻ ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ ട്രസ്റ്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ മാർച്ച് 6-ന് മതവിജ്ഞാന സദസ്സ് നടത്തും. റഫ്ന ഷഹീർ വഫിയ റമളാനിലെ ആത്മശുദ്ധീകരണം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് റമളാനിലെ എല്ലാ വ്യാഴാഴ്ചകളിലും വിവിധ വിഷയങ്ങളിൽ നസീഹ വഫിയ, അൻസില വഫിയ, ഹസീന വഫിയ തുടങ്ങിയവർ ക്ലാസ് എടുക്കും. ഉമൈറ റസാഖ്, സഫിയ കുഞ്ഞുമുഹമ്മദ്, മെഹബൂജ റിസ്വാന, നൈജ ഷെരീഫ്, അച്ചുമോൾ, സുലൈഖ തുടങ്ങിയവർ നേതൃത്വം നൽകും. കടവല്ലൂർ കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന കളംപാട്ട് തുടങ്ങി. 22 ദിവസം നീളുന്ന കളംപാട്ട് പൂരദിവസമായ മാർച്ച് 17-ന് സമാപിക്കും. കാട്ടകമ്പാൽ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പാണ് കളമെഴുത്തിനും പാട്ടിനും നേതൃത്വം നൽകുന്നത്. ഓരോ ദിവസവും ഭക്തരുടെ വഴിപാടായാണ് കളംപാട്ട് നടത്തുന്നത്. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ മാതൃസമിതിയുമാണ് കളംപാട്ടിന് നേതൃത്വം നൽകുന്നത്. കുരഞ്ഞിയൂർ GLP സ്കൂൾ 90-ാം വാർഷികവും യാത്രയയപ്പും ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപിക നീന തോമസിന് ചാവക്കട AO ജയശ്രീ PM ഉപഹാരം സമർപ്പിച്ചു. ചടങ്ങിൽ സ്കൂളിലെ അധ്യാപകനും എഴുത്തുകാരനുമായ സോമൻ ചേമ്പ്രത്തിന്റെ മകൻ മഴയത്ത് നിൽക്കുന്നുണ്ട് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. കവിയും ബാലസാഹിത്യകാരനുമായ എടപ്പാൾ C സുബ്രഹ്മണ്യൻ അധ്യാപിക C നീന തോമസിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചാവക്കാട് വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്ററായ സോമൻ ചേമ്പ്രത്തിന് നിരവധി കഥാപുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പെങ്ങാമുക്ക് പീഡികേശ്വര ശിവക്ഷേത്രത്തിൽ രാവിലെ തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ തിടമ്പേറ്റും. 5:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, നാടൻ കലാരൂപങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം, ദീപാരാധന, ഗാനമേള എന്നിവയുണ്ടാകും. 10ാം ക്ലാസ് പരീക്ഷയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനു വേണ്ടി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും BRC ചൊവ്വന്നൂരും സംയുക്തമായി പാട്ടുവണ്ടി ഒരുക്കി. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ DDO അജിതകുമാരി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ലബീബ് ഹസൻ, സീനിയർ അധ്യാപിക മഞ്ജുള, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ പ്രിൻസി എ തറയിൽ, BRC ട്രെയിനർ ഷെറി മാസ്റ്റർ, പ്രിൻസിപ്പൽ നദീറ, ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാട്ടുവണ്ടി എല്ലാ വിദ്യാലയങ്ങളിലുമായി പരിപാടികൾ അവതരിപ്പിക്കും. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസമായ ബുധനാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ തുടങ്ങും. പിള്ളക്കാവടി, കലശപൂജ, കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉച്ചയോടെ ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. 6-ന് പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 6:45-ന് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, നാടൻ കലാരൂപങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം എന്നിവയുണ്ടാകും. സ്ത്രീവിരുദ്ധമായ സംഘപരിവാർ ഫാസിസം രാജ്യത്തിന്റെ ജനാധിപത്യ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണെന്ന് വിമൺ ജസ്റ്റിസ് സംസ്ഥാന സമിതി അംഗം സുലേഖ അസീസ്. വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മണ്ഡലം കൺവീനർ സെറീന നജീബ് അധ്യക്ഷത വഹിച്ചു. യോഗ ട്രെയിനറും സമിതി അംഗവുമായ സീനത്ത് കോക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി.
ജമാഅത്തെ ഇസ്ലാമി വനിതാ ഏരിയ കൺവീനർ സഫിയ ഷംസുദ്ദീൻ, വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, വിമൺ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന പാചക മത്സരത്തിൽ 1ാം സമ്മാനത്തിനർഹയായ ഷീന കരീമിന് ചടങ്ങിൽ സമ്മാനം നൽകി. നായർ സർവീസ് സൊസൈറ്റി കാട്ടകമ്പാൽ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 55ാമത് മന്നം സമാധി ദിനാചരണം ആചരിച്ചു. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി ഗിരീഷ് മന്നത്തിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തി സമുദായാംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. കരയോഗം എക്സിക്യൂട്ടീവ് അംഗം ജനാർദ്ദനൻ അതിയാരത്ത്, ട്രഷറർ MC രാജേഷ്, സമുദായാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മന്നത്ത് പത്മനാഭന്റെ 55ാമത് ചരമവാർഷിക ദിനാചരണം അക്കിക്കാവ് NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് നടത്തി. മന്നത്തിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. കരയോഗം പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ, കരയോഗം സെക്രട്ടറി P പ്രവീൺകുമാർ, K ഉണ്ണികൃഷ്ണൻ, K ഭാസ്കരൻ നായർ, K രാജേന്ദ്രൻ, N ഭാരതി, K ബാബുരാജ്, N സരസ്വതി തുടങ്ങിയവർ നേതൃത്വം നൽകി. റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫെബ്രുവരി 27-28 തീയതികളിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കും. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന കോൺഫറൻസിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഹിക്കുന്ന പങ്കും ചർച്ച ചെയ്യും. അന്താരാഷ്ട്ര ഗവേഷകർ, സാങ്കേതിക വിദഗ്ധർ, വിദ്യാർത്ഥികൾ എന്നിവർ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. അൻസാർ സ്പൗട്സ് പ്രീ സ്കൂൾ പെരുമ്പിലാവ് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. അൻസാർ സ്കൂൾ വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ ഉദ്ഘാടനം ചെയ്തു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഫിറോസ് EM, വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, PTA പ്രതിനിധി ഫാമില ബീഗം എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മന്നത്ത് പത്മനാഭന്റെ 55ാം സമാധി ദിനം ബട്ടിമുറി NSS കരയോഗത്തിൽ ആചരിച്ചു. കരയോഗാംഗങ്ങൾ ആചാര്യന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. KR ഉണ്ണിക്കുട്ടൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. C വാസുദേവൻ ആമുഖ പ്രഭാഷണം നടത്തി. C ഗംഗാധരൻ നായർ നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8060 രൂപ, പവന് 64,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം മരത്തങ്കോട് പഴുന്നാന സ്വദേശി കേച്ചേരി താമസിക്കുന്ന ചെറുവത്തൂർ പരേതനായ താവു മകൻ ചിന്നൻ നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ലീല ഭാര്യയും പഴഞ്ഞി MD കോളേജ് പ്രൊഫസർ ഡോക്ടർ ബെൻസി എന്നിവർ മക്കളുമാണ്. പൊർക്കളയങ്ങാട് കിഴക്കൂട്ട് കേശവൻ മകൻ സുരേഷ് നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതയായ സുധ ഭാര്യയാണ്. അതുൽ, അമൽ, ആദിത് എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചാഴിക്കുളം ഗോപാലന്റെ മകൻ ശ്രീജിത്ത് നിര്യാതനായി 43 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ഇന്ദിര മാതാവും ലിജിത ഭാര്യയുമാണ്. പരേതയായ തീർത്ഥ, പുണ്യ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വിജയം. 48 വോട്ടിനാണ് ഷഹർബാൻ വിജയിച്ചത്. ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്നും തീപ്പൊരി തെറിച്ചു വീണ് ചൊവ്വന്നൂർ പഞ്ചായത്തിന് സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി വീട്ടമ്മമാർ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ചിങ്ങങ്കാവ് ആദൂർകുന്ന് സീനിയർ ഗ്രൗണ്ടിലെ 40ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരാഘോഷത്തിന്റെ നടത്തിപ്പിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ് 98 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ പ്രസിദ്ധമായ ശ്രീ മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. മഹാശിവരാത്രിക്കൊരുങ്ങി ശിവാലയങ്ങൾ. ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ച വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.